ഹലോ. അപ്പോൾ വീഡിയോ പരമാവധി കുറവാണ് കേട്ടോ. പിന്നുള്ള കാര്യം ഇത് ഇന്നത്തെ ഞങ്ങൾ ഐറ്റം ഇല്ല, 2-3 ദിവസം മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ടൊന്നും അങ്ങനെ ശരിക്കും കാണിക്കുന്നില്ല. എന്തായാലും ഉണ്ടാക്കുമല്ലേ, നമ്മളന്ന് ബാക്കിത്തെ വീഡിയോൻ്റെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കൃത്യസമയത്ത് എല്ലാം ചെയ്യുന്ന നല്ല ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങൾ എന്നെ കണ്ട് പഠിക്കണം ഗൈസ്, എന്നെ കണ്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ സബോള ഇതേ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതവിടെ പൊരിച്ച് വെച്ച് എത്ര വട്ടം വാരി തന്നത് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ഇത് നമ്മൾ ഐറ്റം എന്താ വെച്ചാൽ നമ്മളെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, തക്കാളി ഇതൊക്കെ കൂടെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ, കുഞ്ഞു ഗ്ലാസ്സിനെങ്കിൽ കുഞ്ഞു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിടരുത്, എന്നാൽ ഫുള്ളിലിടരുത്, മീഡിയത്തിൽ എങ്ങാനും ഇട്ടിട്ട് 2 വിസിൽ അടുപ്പിച്ച് നല്ല കുഴഞ്ഞ് കിട്ടുന്നുണ്ടോ. പിന്നെ ഇറച്ചി ദേ ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ച് ഇച്ചിരി കൂടിപ്പോയി, കാരണം ഒരുപാട് വെള്ളം വെച്ച് നമ്മൾ ഒഴിച്ച് കളയുമ്പോൾ അതിൻ്റെ സത്തെല്ലാം ഒലിച്ച് പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. പിക്കതേ അവിടെ വട്ടകയിൽ വെള്ളമെല്ലാം ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ആകുമ്പോഴേക്കും പുതിയ കൂട്ടുകാർ പെട്ടെന്ന് നമ്മളെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരുപാട് പേര് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലായി കിട്ടും. മുട്ടക്കറിയൊക്കെ വെക്കാൻ അടിപൊളിയാണ്. നമുക്ക് വഴറ്റിയ സമയം കളയേണ്ട ആവശ്യമില്ല, അത്രമാത്രം എണ്ണേൻ്റെ ആവശ്യമില്ല. ഇച്ചിരി എണ്ണ ഞാൻ ഒഴിക്കുന്നുള്ളൂ. നമുക്ക് പൊടികളൊക്കെ ഇടാനാണെങ്കിലും നമ്മൾ ഇപ്പോൾ വഴറ്റാൻ ഇത്ര എണ്ണ ഒഴിച്ചാലും പൊടികൾ ഇടുമ്പോൾ നമ്മൾ പിന്നെ ഇച്ചിരി എണ്ണ ഒഴിക്കേണ്ടി വരും. ഇത് കണ്ടോ, നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. നമുക്ക് ചിക്കൻ പൊരിച്ചിട്ട് ഇതുപോലെ ഗ്രേവിയിൽ ഇട്ടാക്കാം കേട്ടോ. അപ്പോൾ മസാല പൊടിയെല്ലാം ഇട്ടിട്ട് നമുക്ക് 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ചക്കുത്തുമണൊക്കെ കൊണ്ട് പൊക്കോളും. പിന്നെ നമുക്ക് ഇറച്ചിൻ്റെ അരപ്പ് വയ്ക്കാം. ഇത് കണ്ടപ്പോൾ ഞാൻ ഈ കണ്ടു പറഞ്ഞു, ഇത് നല്ല കോഴിക്കറി വെച്ചാൽ മതിയായിരുന്നല്ലോ എന്നാണ് നമ്മൾ സംഭവം ഉദ്ദേശിച്ച് ഞങ്ങൾ കുറുക്കി വെക്കാനാണ്. പക്ഷേ അതിൻ്റെ നമ്മൾ വെള്ളം ഞാൻ പറഞ്ഞു ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സത്തെല്ലാം നമുക്ക് ഒഴിച്ച് കളയുമ്പോൾ പോവും. അതുകൊണ്ട് പരമാവധി ഞങ്ങൾ വെള്ളം ഇതാക്കിയെടുത്ത് കുറച്ചൊന്ന് കുറുക്കിയെടുത്തു. പിന്നെ ദമ്മാക്കിയല്ല ഇടുന്നത്, ഇങ്ങനെ ഇടുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ചാറിനും കൂടെ ആവശ്യമുള്ളതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ചോറിൻ്റെ ആളിക്കാണ് നമുക്ക് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഞാൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അട പോലെ ഇരിക്കും. അപ്പോൾ ഇക്കാണ് ചോറ് സെറ്റ് ചെയ്യുന്നത്, കറി ഞാനാണ് വെക്കുന്നത് കേട്ടോ. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം തട്ടിക്കൂട്ടി അടുപ്പ് ദമ്മ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ദമ്മ് പോലെ ദമ്മ് ആക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന് മുകളിൽ ഒഴിച്ച സൺഫ്ലവർ ആണേ. പിന്നെ കാറ്ററിങ്ങിലേക്കാണ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ പറഞ്ഞു കൊടുത്താണ് ദമ്മ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൺഫ്ലവർ ഒഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഈ കറി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക, അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ പോലെ നല്ല അടിപൊളി വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കൂട്ടുകൂടാത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കയറിക്കോ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. ടാറ്റാ. പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ, അസ്സലാമു അലൈക്കും.